പത്മനാഭ ഒരു സൂപ്പർ കോൾ കിട്ടിട്ടുണ്ടാ. സിനിമയെ പറ്റി ദിലീപേട്ട റിലീസിനെ പറ്റിയൊക്കെ മലയാളി പ്രേക്ഷകർ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുകയാണ്. സിനിമയെ പറ്റി നമ്മളോട് എന്തെങ്കിലും പറയുമോ ദിലീപേട്ട? അല്ല, അതിനാണല്ലോ ഞാനിവിടെ വന്നത്. 20 years back CID മൂസ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ഓർമ്മ വെച്ച കാലം തൊട്ട് ദിലീപേട്ട സിനിമകൾ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 20 years മുമ്പ് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അല്ലേട്ടാ, 20 years എന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് 5 വയസ്സായിരുന്നു. പ്രായം കുറയ്ക്കാൻ നോക്കുക. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, അല്ലേട്ടാ സമ്മതിച്ച്. പിന്നെ ഇവിടെ CID മൂസ ഫാൻസ് എത്ര പേരുണ്ട്? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ദിലീപേട്ട പഠിക്കുമായിരുന്നു ശരിക്കും ക്ലാസ്സില്? ഹലോ, എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട കേട്ടാ. അല്ല, എനിക്ക് SLCക്ക് അന്ന് ഫസ്റ്റ് ക്ലാസ്സാ, ഡിസ്റ്റിങ്സ് ഒന്നുമല്ല. 419 മാർക്കുണ്ട്. അന്ന് 360 മതി ഫസ്റ്റ് ക്ലാസ്സിന്. മണ്ടനാന്ന് വിചാരിച്ചു. അതല്ല ഉദ്ദേശം. ഞാൻ BA വരെ പാസ്സായ ഒരാളാ. റെസ്പെക്ട് ചെയ്യൂ കുറച്ചൊക്കെ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ദിലീപേട്ടൻ CID മൂസ ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു ജോണർ സിനിമ മലയാളത്തിലേ സംഭവിച്ചിട്ടില്ല. അപ്പൊ അന്നെടുത്ത ഒരു ഹാർഡ്ഷിപ്സിനൊക്കെ തന്നെ അതൊന്ന് പരിഗണിച്ച് ജൂറിക്ക് ഒരു അവാർഡ് നൽകാമായിരുന്നു, പരിഗണിക്കാമായിരുന്നു എന്ന് ജോണി ആന്റണിയൊക്കെ വളരെ കാര്യമായിട്ട്. ഇത് നമുക്ക് അവിടെ ചെന്ന് നിങ്ങൾ എന്നെ പരിഗണിക്കണോട്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.